ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കളക്ഷൻസാണ് 10 മണിയുടെ. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം. ഇതെല്ലാം തായ്ലാൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റികളായിരുന്നു. ഇത് നമ്മളിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പോയി വാങ്ങിച്ച് നട്ടതാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ്. പക്ഷേ ഈ പൂക്കൾക്ക് ചുറ്റും ഒരു 10 മണി 11 മണി സമയമാകുമ്പോഴത്തേക്കും നിറച്ച് തേനീച്ചകൾ, ചെറു തേനീച്ചകൾ വരും. അപ്പോൾ തേനീച്ച കൃഷി ചെയ്യുന്നവർക്ക് ഈ ചെടികളൊന്ന് നട്ട് കഴിഞ്ഞാൽ കൂടുതൽ തേനീച്ചകളെ ആകർഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്നും നമ്മൾ ഒരു സെയിൽ വിൽപ്പന എന്ന രീതിയിലല്ല, വീട്ടിലേക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് ചട്ടികളിൽ വളർത്തിയെടുക്കാം. അതിന് പ്രത്യേകിച്ച് അധിക വളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ പോട്ടിംഗ് മിക്സ് ഞാൻ ഉപയോഗിക്കുന്നത് മണ്ണും മണലും. മണലെന്ന് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന തരിമണലാണ്. മഴ പെയ്ത് വരുമ്പോൾ കിട്ടുന്ന തരിമണൽ എടുക്കാറുണ്ട്. പിന്നെ മേൽമണ്ണ് എടുക്കാറുണ്ട്. ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്യാറുണ്ട്. കാരണം ഇതിന് അല്പം ഈർപ്പം നിൽക്കുന്ന ഈർപ്പം ഉണ്ടാവണം. വേനൽക്കാലത്താണെങ്കിൽ ഒരല്പം ഈർപ്പം നിൽക്കുന്ന മണ്ണാണ് നല്ലത്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താലും മതി 10 മണി ചെടികൾക്ക്. അതിൻ്റെ ഇലകളിൽ വെള്ളം, ഒരു സെക്യുലന്റ് പ്ലാന്റ് പോലെ ഇലകളിൽ ചെറുതായിട്ട് വെള്ളം നിൽക്കുന്ന ചെടികളാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് നമ്മുടെ ഒരു വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റും. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. മഴക്കാലമാണ് ഈ ചെടികൾക്കൊരു ശല്യം ഉണ്ടാക്കുന്നത്. മഴക്കാലത്ത് ഈ ചെടികളൊന്ന് ഡീപ്പ് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലം കഴിയുമ്പോൾ അത്യാവശ്യം ആരോഗ്യം കുറഞ്ഞ് ശോഷിച്ച കമ്പുകളാണെങ്കിലും നമുക്ക് ചെടി നശിച്ചു പോകാതെ കിട്ടും. അതാണ് നമ്മളിതിന് മെയിനായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഇതിന് വരാറുണ്ട്. പരമാവധി വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എങ്കിൽ പോലും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. വിനാഗിരി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇതിനകത്ത് തളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന കീടശല്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഈ ചെടികൾക്കെല്ലാം വിനാഗിരി ഡൈല്യൂട്ട് ചെയ്താണ് ഒഴിച്ചു കൊടുക്കാറ്. നല്ല നേർപ്പിച്ച് തളിച്ചു കൊടുത്താൽ മതിയായിരിക്കും. പൂക്കളും നമ്മൾ വളം പ്രയോഗം നടത്തുന്ന പോലെയും വെള്ളം ഒഴിക്കുന്ന പോലെയും പൂക്കൾക്ക് നിറവും ഭംഗിയും അതുപോലെ വലിപ്പവും ഉണ്ടാവും. ഒരു ചെടി ഒരു 1-2 വെറൈറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ വീട്ടുമുറ്റത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. രാവിലെ നമ്മൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടുമുറ്റത്ത് നിറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. ഈ ചെടി പോലെ തന്നെയാണ് വൈകുന്നേരം 4 മണി ചെടികൾ നമ്മൾ നട്ടാലും 4 മണി ചെടികൾക്ക് വൈകുന്നേരം എപ്പോഴും പൂക്കളുണ്ടാവും. ഇതും ടേബിൾ റോസ്, അതായത് പോർട്ടുലാക്ക വിഭാഗത്തിൽപ്പെടുന്ന ടിയാര എന്ന് പറയുന്ന വിഭാഗമാണ്. ഇതും കുറച്ചധികം വെറൈറ്റികൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇതിനകത്ത് വിത്തുകളുണ്ടാവും. ഇത് പൾസലൈൻ വിഭാഗമാണ്. നല്ല ഭംഗിയുള്ള, ഇതിലും ചെടികൾക്ക് വിത്തുകളുണ്ടാവുന്ന ചെടികളാണിത്. നമുക്ക് ഈ പൂക്കാലം കഴിഞ്ഞ്